1990 കാലഘട്ടം, ഞാനൊക്കെ ജനിച്ച കാലഘട്ടം. 1985, 80, അതേപോലെ തന്നെ 95, അതേപോലെ ഈ 2000 വരെയുള്ള കാലഘട്ടം. അതൊരു സംഭവം. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ജനിക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ ഇപ്പോൾ വരുന്ന തലമുറയ്ക്ക് ചിലപ്പോൾ അത് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഞാനൊക്കെ ജനിച്ച കാലഘട്ടം, നമ്മളൊക്കെ ജനിച്ച കാലഘട്ടം എന്തായിരുന്നു അല്ലേ? ഞങ്ങളൊക്കെ ജനിക്കുമ്പോൾ ഞങ്ങളൊക്കെ നാട്ടിൽ കറണ്ടില്ല. ഫസ്റ്റ് അതാണ്, കറണ്ടില്ല. അന്ന് റേഡിയോ ഉള്ളൂ നമ്മളെ നാട്ടിലേക്ക്. ഞാൻ ജനിക്കുമ്പോൾ കേട്ടോ റേഡിയോ ഉണ്ടായിരുന്നുള്ളൂ. അതിന് മുന്നത്തെ കാലഘട്ടങ്ങൾക്ക് അതിലും വലുത് പറയണ്ടാവും. പക്ഷേ ഞാൻ ജനിച്ച കാലഘട്ടം ഞാൻ കണ്ടത് അതാണ്. റേഡിയോ, അതേപോലെ ടോർച്ച്, നോർമൽ ടോർച്ചല്ല, ബാറ്ററി ഇടുന്ന ടോർച്ച്. 3 ബാറ്ററി 2 ബാറ്ററി കിട്ടി കഴിഞ്ഞാൽ കത്തുന്ന ടോർച്ച്. അതേപോലെ റേഡിയോ. ടി വി ഇല്ല, കറണ്ടില്ല, ടൈൽസ് ഇല്ലാത്ത വീടുകൾ, ഓടിട്ട വീടുകൾ, ചെറിയ വീടുകൾ, ഓല മേഞ്ഞ വീടുകൾ. സ്കൂളിൽ പോവുക, അംഗനവാടി പോവുക, അത് കഴിഞ്ഞാൽ വന്ന മുറ്റത്ത് ഒരുപാട് കുട്ടികൾ കക്ക് കളിക്കുക, കുട്ടിയും കോലും, ക്രിക്കറ്റ്, ഫുട്ബോൾ, മാങ്ങക്കറിയ, പിന്നെ എന്താ പറയുക, ഉപ്പ് കളിക്കുക. ഉപ്പ് പറഞ്ഞ കളിയുണ്ട്, ഉപ്പ്. ഞങ്ങളുടെ നാട്ടിൽ അതൊക്കെ പറയട്ടോ, ഉപ്പ് കളിക്കുക. പിന്നെ ആട്ടുംകാട്ടം എന്നൊക്കെ പറഞ്ഞാൽ ഒരു വട്ടം വരച്ചിട്ട് അതിൽ 2 ടീമായിട്ട് ഒരാളെ വലിച്ചിടുന്ന പരിപാടി. വട്ടത്തിൽ നിൽക്കുന്ന ആൾക്കാരെ മറ്റൊരു പുറത്തുനിന്ന് വരിക്കുന്ന പരിപാടി. ഇങ്ങനെ പല രീതിയിലുള്ള വിനോദങ്ങൾ എന്തായിരുന്നു ഇതിൽ നോക്കിയിരിക്കുന്ന നമ്മളെ സംബന്ധിച്ച് ഇന്ന് ആലോചിക്കാൻ പറ്റാത്തൊരു കാലം. അത് ചോറ്, ഉണക്കമീൻ, മുരിങ്ങ താളിപ്പ്, മത്തൻ്റെ ഇല, ആ ഒരു കാലഘട്ടം പറഞ്ഞാൽ അതായിരുന്നു നല്ല കാലം, ഇതായിരുന്നു നല്ല കാലം എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന് ആൻസർ ശരിക്കും പറയാൻ പറ്റില്ല. കാരണം ഇന്ന് നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പട്ടിണി ഇല്ല ഒരുവിധം പറഞ്ഞാൽ നമ്മളെ നാട്ടിലൊന്നും. പക്ഷേ അന്ന് പട്ടിണി ഉണ്ടായിരുന്നു. ഞാനൊക്കെ ജനിച്ചതിന് നോക്കുകയാണെങ്കിൽ വീട്ടിൽ രാവിലെ ഒരു എന്താ പറയുക, ദോശ അല്ലെങ്കിൽ ചപ്പാത്തി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടം. ഗോതമ്പ്, റേഷൻ പീടികയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പ് കൊണ്ടുള്ള പരിപാടി. ഗോതമ്പ് ഉണ്ടാക്കിയിട്ട് അതിൽ കുറച്ച് പഞ്ചസാര ഇട്ടുള്ള പരിപാടി ഉണ്ട്. അത് 10 മണിക്ക് കഞ്ഞി, ഉണക്കമീൻ ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ സമ്മന്തി. ഉച്ചക്ക് തന്നെ സെയിം പരിപാടി തന്നെ, ചോറ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അങ്ങനെ ഫുഡ് മര്യാദയ്ക്ക് കഴിക്കാത്ത കാലം, പട്ടിണി ആയ കാലം. നമ്മളെ വീട്ടിലുള്ള ഉപ്പ അല്ലെങ്കിൽ ആരെങ്കിലും വെച്ചുണ്ടാക്കാൻ പുറത്തുനിന്ന് എന്തെങ്കിലും കിട്ടിക്കൊണ്ടുവന്ന് വെച്ചുണ്ടാക്കി തിന്ന് പോണൊരു കാലം. ആ കാലത്ത് ജനിച്ച് വളർന്ന നമ്മളെ സംബന്ധിച്ച് നമ്മളൊക്കെ എല്ലാ ഒരു മാറ്റങ്ങളും കണ്ടു വളർന്നല്ലോ. അതായത് ഒന്നുമില്ലാത്തതിന്ന് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി വന്ന കാലം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി മാത്രമല്ല, അതിൻ്റെ റേഞ്ച് കിട്ടാൻ, അതിൻ്റെ ചാനൽ കിട്ടണമല്ലോ, അത് റേഞ്ച് കിട്ടാൻ വീടിൻ്റെ മേലെ അല്ലെങ്കിൽ വല്ല പറമ്പിൻ്റെ മേലെ ഒരു ഏരിയയിലുണ്ടെന്ന്, മീമുള്ളു പോലെ അങ്ങനെയാണ് പറയാം, ഏരിയയിൽ. ആ ഏരിയയിൽ വെച്ചിട്ട് അതിമന്ന് അത് കറക്കി അതിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വിയിൽ ചെറിയൊരു മിന്നായം പോലെ വരുമ്പം അതിൽ ചാനൽ എടുത്തിട്ട് അവിടെ നിൽക്കട്ടെ. ഇനി ഹിന്ദി ചാനലായാലും ഒരാൾ അകത്തുണ്ടാവും, ഒരാൾ പുറത്തുണ്ടാവും. തിരികെ കിട്ടി പറയണ കാലം. എന്നിട്ട് ആ ചാനൽ ഏത് ചാനലായാലും കുഴപ്പമൊന്നുമില്ല, അങ്ങനെ കണ്ടിരിക്കുന്ന കാലം. കാരണം ഒന്നും മനസ്സിലായിട്ടൊന്നുമില്ല, റേഞ്ച് എടുത്തു. ഇതാണ് സംഭവം ആ കാലം. അത് കഴിഞ്ഞിട്ട് ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വിയിൽ നിന്ന് കളർ ടി വിക്ക് പോണ കാലം. പിന്നെ ഡിഷ്, കുട എന്നൊക്കെ പറയും. വലിയ വീടിൻ്റെ ഒരു എന്താ പറയുക, എത്ര സെൻറ്റിൽ ഒരു മൂലൊക്കെ ഫുൾ ആ കുടയേക്കാരം. ആ കുട വെച്ചിട്ട് റേഞ്ച് എടുത്തിട്ട് ടി വിയിൽ ചാനൽ എടുത്ത കാലം. അത് മാത്രമല്ല, ആ ടി വി എല്ലാ വീട്ടിലും ഉണ്ടാവില്ല. അതാണ് വലിയ രസം. അന്ന് ടി വി വാങ്ങാനുള്ള കപ്പാസിറ്റി ഉള്ളവർ നാട്ടിൽ കുറച്ച് എമൗണ്ട് ഉള്ളവരാവും. അതായത് ഇന്നത്തെ പോലെ ടി വി വാങ്ങാനൊന്നും കപ്പാസിറ്റി ഒന്നുമില്ല. അപ്പം എവിടെയെങ്കിലുമൊക്കെ നാട്ടിൽ ഒരു ടി വി ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ടി വി റേഞ്ചുള്ള സമയത്ത് അല്ലെങ്കിൽ സീരിയൽ അല്ലെങ്കിൽ സിനിമ എന്നൊക്കെ പറയുമ്പോൾ അന്ന് സിനിമ ഉണ്ട് പത്രത്തിലേക്ക് വരിക. അപ്പോൾ എന്നാൽ സിനിമ ഉണ്ട്, അപ്പോൾ പോയാലോ, ചോദിച്ചു നോക്കിയാലോ എന്നൊക്കെ പറയും. ആ വീട്ടിൽ പോകും. എന്നിട്ട് സിനിമ ഉണ്ട് ഇടുമെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഒരു ഓക്കെ ഇടാമെന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ കുറച്ച് ആൾക്കാർ അകത്തുണ്ടാവും, ബാക്കിയുള്ളവർ ജനലിൻ്റെ അവിടെ നിന്നിട്ട് ഈ സിനിമ ഫുള്ളാക്കണം. 2.5 മണിക്കൂർ ജനലിന്മേൽ തൂങ്ങിയിട്ടൊക്കെ കാണാം. ജനലിൻ്റെ അവിടെ മാറി നിന്നിട്ടും അല്ലെങ്കിൽ വാതിലിൻ്റെ ഗ്യാപ്പൊക്കെ ഇല്ലേ, വാതിലിൻ്റെ ഓട്ടേക്കൂടെ വരെ നോക്കിയൊരു സിനിമ കണ്ട കാലുണ്ട്. ഈ അന്തക്കാത്ത കാലുണ്ട്. ഒരു കണ്ണ് വെച്ചിട്ട് ഇങ്ങനെ നോക്കും ആ സിനിമ കാണുന്ന വരെ. അല്ലെങ്കിൽ ജനലിൻ്റെ ഗ്യാപ്പ്, അല്ലെങ്കിൽ ജനലിൻ്റെ മേലെ. അതെന്ന് വെച്ചാൽ അന്നത്തെ ഇതിൽ എല്ലാവരും ഒന്നും വീട്ടിൽ കയറ്റില്ല. കാരണം കുട്ടികളല്ലേ, ഈ കളിക്കണോടത്ത് നിന്ന് കയറി വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും മണ്ണും ചളിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ കൈയും കാലം കാലം കൈകിട്ട് കയറിയാൽ മതി അറിയും വീട്ടിൽ. അങ്ങനത്തെ ഒക്കെ ഓരോ വീടുകളൊക്കെ ഉണ്ടായിന്. ഇത് കുറേ ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യും കേരളത്തിൽ. കാരണം അങ്ങനെ ആയിരുന്നു അന്നത്തെ കാലം. ടി വി ഇല്ലാത്ത കാലം. ടി വി വന്നപ്പോൾ അതിന് വേണ്ടിയിട്ട് റിസ്ക് എടുത്ത കാലം. ഒരു ടി വി എത്ര ആളാണെന്ന് കാണുക, നിറഞ്ഞിരിക്കും. ഒരു ഹാളുണ്ടെങ്കിൽ ആ ഹാള് ഫുള്ളാവും. പുറത്തുനിന്ന് തൂങ്ങിയിട്ടും അപ്പുറത്തുനിന്നും ലോങ്ങും ചില ദിവസം പ്രത്യേകിച്ചുള്ള പ്രോഗ്രാമോ ക്രിക്കറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ടി വി പുറത്തേക്ക് വെക്കാൻ വരെ നോക്കും. പുറത്ത് നിന്നിട്ട് മുറ്റം മൊത്തം ആൾക്കാരാവും. അങ്ങനത്തെ ഒരു കാലം. ആ ടി വിയിലെ കാലത്ത് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വന്നതാണ്. പിന്നെ ഈ ലാൻഡ് ഫോൺ വന്നു കഴിഞ്ഞപ്പോഴുള്ള സംഭവങ്ങളിൽ മെയിനാണ് ഈ പ്രവാസികൾക്ക് കോൾ ചെയ്യാൻ പറ്റുന്ന കാലം.
അതായത് അതിൻ്റെയൊക്കെ മുന്നേ പറഞ്ഞാൽ കത്ത് എഴുതിയിട്ടുള്ള കാലഘട്ടമാണ്. ആ കത്ത് എഴുതിയ കാലഘട്ടം മാറുന്നത് പിന്നതാണ് ഏത് ലാൻഡ് ഫോൺ. ഈ ലാൻഡ് ഫോണ് ഇപ്പോൾ ആരെങ്കിലും ഗൾഫിൽ നിന്ന് വിളിക്കുകയാണെങ്കിൽ അയലോക്കത്തൊക്കെ ഫോൺ ഉണ്ടാവുക. അപ്പോൾ അവിടെ നിന്ന് വിളിച്ച് പറയും ഞാൻ ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കുമല്ലോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മളെ വീട്ടിലേക്ക് വിളിക്കും. അവൻ വിളിക്കുന്നുണ്ട് കേട്ടോ, ഇങ്ങോട്ട് വന്നോ, 5 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാമെന്ന് പറഞ്ഞാണ്. അപ്പോൾ നമ്മളങ്ങോട്ട് ചെല്ലും. ചെന്നിട്ട് അവിടെ നിന്ന് പിന്നെ ചിലപ്പോൾ ഞാനുണ്ടാവും. എൻ്റെ ഏട്ടന്മാരൊക്കെ വിളിക്കണമെങ്കിൽ അങ്ങനെയാണ്. ബാക്കിയുള്ള അല്ലെങ്കിൽ വൈഫും മറ്റേ ഇവരൊക്കെ ഉണ്ടാവുമല്ലോ, അവരൊക്കെ എന്നിട്ട് ജസ്റ്റ് ആ ഫോൺ എടുത്ത് ഹലോ എന്താ വർത്താനം, സുഖല്ലേ, ഇവിടെ കുഴപ്പമൊന്നുമില്ല, അങ്ങനെയാണ്. എന്നിട്ട് ഇവിടെ കുഞ്ഞുമോണ്ട് ഞാൻ ഫോൺ കൊടുക്കട്ടോ. ആ ഫോൺ ഹലോ എന്താ വർത്താനം, സുഖമാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ചോദിച്ചു എന്താ കൊണ്ടുവരേണ്ടത് ഇത്, എന്താ എനിക്ക് ഗെയിം കളിച്ചാൽ എന്തെങ്കിലും കൊണ്ടുവന്നാൽ മതി, ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും നിസ്സാര കാര്യം പറഞ്ഞിട്ട് ഓക്കെ എന്നാൽ ശരി കേട്ടോ, അവിടെ വെക്കണം കേട്ടോ, അപ്പോൾ കഴിട്ടോ, ഒരു 2 മിനിറ്റ് ഉള്ളൂ കേട്ടോ, ഓക്കെ എന്നാൽ ഞാൻ വിളിച്ചിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് വെക്കും. അതായത് ഇന്ന് എല്ലാ സൗകര്യം ഉണ്ടായിട്ട് നമുക്ക് വിളിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നേരമല്ല. പക്ഷെ അന്ന് സൗകര്യം ഇല്ലാത്ത കാലഘട്ടത്തിൽ ഒരു 2 മിനിറ്റ് കിട്ടണത് എൻജോയ് ചെയ്യുന്ന കാലം. ഇന്നിപ്പോൾ നമ്മൾ എല്ലാ സൗകര്യമുണ്ട്. ഇപ്പോൾ ആളവിടെ ജീവിച്ചിരിപ്പുണ്ടോ നോക്കാനും കൂടി ആരും വിളിക്കൂല ചോദിക്കൂല, അങ്ങനത്തെ ഒരു കാലഘട്ടം. ആ കാലഘട്ടം കഴിഞ്ഞ് പിന്നെ മൊബൈൽ ഇറങ്ങിയ കാലം. മൊബൈലിൽ തന്നെ ക്യാമറ ഇല്ലാത്ത മൊബൈലാണ് ആദ്യം ഇറങ്ങിയത്. അന്ന് മെസ്സേജ് അയക്കുക, കോൾ ചെയ്യുക, ആ രീതിയിലുള്ള മൊബൈൽ ഇറങ്ങി. റേഞ്ചിനും വേണ്ടിയിട്ട് നടക്കുന്ന കാലം. കാലഘട്ടത്തിൽ നിന്ന് പിന്നെ നമ്മളൊന്നുകൂടി ക്യാമറ ഉള്ള ഫോണിലേക്ക് പോയ കാലം, പിന്നെ വീഡിയോ കോളിലേക്ക് പോയ കാലം, പിന്നെ നമ്മൾ ഒരുപാട് ടച്ച് ഫോണിലേക്ക് പോയ കാലം. ഇതിൻ്റെ ഇടയിൽ നമ്മളെ കയ്യിൽ സൈക്കിളായിരുന്നു, പിന്നെ ബൈക്കായി, പിന്നെ കാറായി, സൗകര്യങ്ങളായി. വീട്ടിൽ കൂടെ നോക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ഈ പറഞ്ഞ ചോറില്ലാത്ത കാലത്ത് നിന്ന് നമ്മൾ പിന്നെ കുക്കറായി, സ്റ്റൗവായി, കറണ്ടായി, ലൈറ്റായി, ധാറിട്ട റോഡായി. അതിന് മുന്നേ ധാറിട്ട റോഡൊന്നുമില്ല. അങ്ങനെ മാറ്റങ്ങൾ വന്ന് ഇന്ന് നമ്മൾ നിൽക്കുന്നത് എവിടെയാണ്? അത്യാവശ്യം അന്നത്തെ ആ ഒരു പിക്ചർ ആലോചിച്ചവർക്ക് ഇന്നറിയാൻ പറ്റും നമ്മൾ എത്രയോ റിച്ചാണ് അല്ലേ. അപ്പോൾ അന്നത്തെ ആ ഒരു കാലഘട്ടം അനുഭവിച്ച ഒരാൾ ഇന്ന് വീട്ടിലിരുന്നിട്ട് ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ എവിടെ നിന്ന് വന്നതാണ്, നമ്മളിപ്പോൾ എവിടെ നിൽക്കുന്നത്, നമുക്ക് സൗകര്യം ഉണ്ടോ? നമ്മളൊക്കെ ഒരുപാട് സൗകര്യത്തിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്, നമുക്കെല്ലാം ഉണ്ട്. പക്ഷേ മനുഷ്യനെന്ന നമുക്ക് എത്ര കിട്ടിയാലും തികയില്ല. അതൊരു സ്വഭാവമാണ്. അതില്ല, ഓൻ്റെ അത്ര നമുക്കില്ല, അപ്പുറത്ത് നോക്കിയാൽ അതുണ്ട്, നമുക്കതില്ല, അങ്ങനെയുള്ള നമ്മൾ നടക്കുക. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരിക്കലും തികയില്ല. എനിക്കതില്ല എന്നില്ല ആ ഒരു ചിന്തയാണ്. ഞാനടക്കം എല്ലാവരും അങ്ങനെ തന്നെയാണ്. നമുക്ക് തികയാത്ത ഓട്ടമുണ്ട്, അതേപോലെ തന്നെ ജീവിക്കാനുള്ള ഓട്ടമുണ്ട്. രണ്ടും ഉണ്ട് കേട്ടോ. അതായത് നമുക്ക് ജീവിച്ചാലേ പറ്റുള്ളൂ, അധ്വാനിച്ചാലേ നമുക്ക് തിന്നാൻ പറ്റുള്ളൂ. അധികമായിട്ടുള്ള ആഗ്രഹം അത് അത്യാഗ്രഹമായി മാറുന്നതാണ്. നമ്മൾ മറ്റുള്ളവരെ നോക്കി അവരെ ഡിപ്പെൻഡ് ചെയ്ത് പോകുമ്പോൾ നമുക്കൊന്നും തികയാതെ നിൽക്കുന്നത്. നമ്മൾ ശരിക്കും നോക്കുക, നമുക്ക് വീടുണ്ട്, നമുക്കിപ്പോൾ കറണ്ടുണ്ട്, നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, നമുക്ക് ജീവിക്കാനുള്ള ചുറ്റുപാടുമുണ്ട്, ഫുഡുണ്ട്, സൗകര്യങ്ങളുണ്ട്. ആരോഗ്യപരമായിട്ട് ഒരു പ്രശ്നമില്ലെങ്കിൽ നമ്മളൊക്കെ ലൈഫ് സക്സസ് അല്ലേ? സക്സസ് ആണ് ശരിക്കും പറഞ്ഞാൽ. കാരണം നമ്മൾ വന്ന ആ കാലഘട്ടത്തേക്ക് ഒന്ന് റിവൈൻഡ് അടിച്ച് പോയാൽ മതി. ജനിച്ചതും നടന്നതും മര്യാദയ്ക്ക് ഒരു ഡ്രസ്സില്ലാത്ത കാലഘട്ടവും എത്ര ഉണ്ട് പറയാൻ. എന്തായാലും ഞാൻ ജനിച്ച എൻ്റെ കാലഘട്ടം, എൻ്റെ ഫാമിലി, എൻ്റെ കഥകൾ എനിക്കൊരുപാട് പറയാനുണ്ട്. നമ്മൾ പഠിച്ച സ്കൂളുകൾ, നമ്മൾ പഠിച്ച അനുഭവങ്ങൾ, നമ്മളെ കാലഘട്ടം, പമ്പരങ്ങൾ, മീൻ പിടിക്കാൻ പോയത്, ഇങ്ങനെ ഒരുപാട് പറയാനുണ്ട്. ഇപ്പോൾ ഈ ജീവിതത്തിൻ്റെ ഇവിടെ എത്തി നിൽക്കുമ്പോൾ എനിക്ക് പുറകോട്ട് നോക്കാൻ കഴിയും, നമുക്ക് പുറകോട്ട് നോക്കാൻ കഴിയും. പോയി നോക്കാം, നമുക്കൊന്ന് സംസാരിക്കാം. അപ്പോൾ ഈ കഴിഞ്ഞു പോയ കാലഘട്ടത്തിൻ്റെ റിവൈൻഡ് അടിക്കാൻ പോവാൻ ഞാൻ. ഈ വീഡിയോ ഇനിയും വരും. അപ്പോൾ അടുത്ത വീഡിയോ വരും വരെ ബൈ. ഒപ്പം കുടിക്കുക, ഫോളോ, ബൈ.